അങ്ങനെ ഒരു വലിയ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സന്തോഷത്തിൻ്റെ അവസ്ഥ മനുഷ്യന് കൈവരിക്കാൻ സാധിക്കുന്നത് നിസ്കാരത്തിലൂടെയാണ് എന്നത് അനുഭവമാണ്. ലോകം അതുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് മടങ്ങുന്നത്. ഇവിടെ നാം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ തളികയിലുള്ള ഭക്ഷണം മുഴുവനും കഴിച്ച് പാത്രം വൃത്തിയാക്കി കൈ വിരലുകളും ഇമ്പി വൃത്തിയാക്കി അതിനുശേഷം ഹൗദിന്റെ ഭാഗത്തേക്ക് പോയി കൈ കഴുകി വുളൂ ചെയ്ത് കാൽ കഴുകി വൃത്തിയായിട്ട് മസ്ജിദിൽ എല്ലാവരും ഒന്നിച്ച് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് ദുആകൾ നടക്കുന്നു. വീണ്ടും അവിടെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇന്നലെ വന്ന കുറച്ചാളുകൾ അവരതാ 3 ദിവസം കൊണ്ട് 30 ജുസും ഖുർആൻ പാരായണം ചെയ്ത് ഇന്ന് അസറോടുകൂടി പൂർത്തിയാക്കി. ഇനി ഇതാ ഒരു സംഘം ഇവിടെ ഫാദറുകൾ 24 മണിക്കൂർ കൊണ്ട് ഖുർആൻ ഖതം തീർക്കുന്ന ഒരു പ്രോഗ്രാം. നാളത്തെ ബദറുൽ കുബ്രയിൽ നൂറുകണക്കിന് ഖതമുകളാണ് ബദരീങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഖുർആൻ പാരായണം, അത് കഴിഞ്ഞ് നിസ്കാരത്തിലെ ഖുർആൻ പാരായണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ ഒരു വ്രതത്തിന്റെ നോമ്പുതുറയുടെ സദസ്സിലേക്ക് ഒരുപാട് ആളുകൾ നമുക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 50,000 രൂപ. ലോക പ്രശസ്ത സാഹിത്യകാരൻ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ഹൗ മച്ച് ലാൻഡ് നീഡ് എ മാൻ. ഒരു മനുഷ്യന് എത്ര ഭൂമിയാണ് ആവശ്യം എന്ന് പറയുന്ന കഥയിൽ അദ്ദേഹം പറയുന്നത്, ഭൂമി ഏറെ വേണം എന്നൊരാഗ്രഹം അതിനുവേണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ, പാഹേൻ എന്ന് പറയുന്ന ഒരു കർഷകൻ ഏതോ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഭൂമി ധാരാളമായി ലഭിക്കും എന്ന് കേട്ടിട്ട് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അവിടെ ചെന്ന സമയത്ത് അദ്ദേഹം ഭൂമി അന്വേഷിക്കുന്നു. അവിടെയുള്ള ഒരാൾ പറയുന്നു, നീ രാവിലെ മുതൽ ഓടിയിട്ട് തിരിച്ചു വരിക, എത്ര ദൂരമാണോ ഓടുന്നത് അത്രയും ഭൂമി നിനക്ക് തരാം എന്ന്. അദ്ദേഹം രാവിലെ മുതൽ ഓടുകയാണ്. ഓടി കിതച്ച് വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു വരുന്നു. വളരെ ദൂരം സഞ്ചരിച്ചു. അദ്ദേഹം അവസാനം രക്തം ഛർദ്ദിച്ച് മരിച്ചു പോവുകയാണ്. അങ്ങനെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെർവൻറ്റ് അദ്ദേഹത്തെ മണ്ണിൽ കബറുണ്ടാക്കി അതിൽ കുഴിച്ചു മൂടുന്നു. 6 അടി മണ്ണ് മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടി വന്നത്. ഇതാണ് ടോൾസ്റ്റോയ് നമ്മോട് പറയുന്ന കഥ. നിങ്ങൾ മനസ്സിന് സമാധാനം കൊടുക്കാതെ സമ്പത്തിനു വേണ്ടി ഭൂമിയിൽ മറ്റെന്തെങ്കിലും വാങ്ങി കൂട്ടുന്നതിന് വേണ്ടിയുള്ള കഠിനാധ്വാനം ഇപ്പോൾ നാം സാധാരണയായി അല്ലെങ്കിൽ ഹസൽ കൾച്ചർ എന്നൊക്കെ പറയുന്ന പരമാവധി സമ്പാദിക്കുക, അതിനു വേണ്ടി ഓടുക, ജീവിതത്തിൽ ഒരിക്കലും വിശ്രമിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് മനുഷ്യന് അവസാനം